about it. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ അതിനകത്ത് അപ്സെറ്റ് ആണെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞു. So she wrote a letter to the principal. അതുകൊണ്ട് അവൾ ഒരു പ്രിൻസിപ്പലിന് ഒരു കത്തയച്ചു. And she made all the girls in her class sign it. എന്നിട്ട് ആ ക്ലാസ്സിലുള്ള എല്ലാ പെൺകുട്ടികളെയും കൊണ്ട് അതിൽ ഒപ്പിടിപ്പിച്ചു. And she took it to the principal and said it's not fair. Girls should also be allowed to play. എന്നിട്ട് പ്രിൻസിപ്പലിന്റെ മുന്നിലേക്ക് ആ കത്തുമായിട്ട് ചെന്നിട്ട് പറഞ്ഞു, ഇത് നീതിയല്ല, പെൺകുട്ടികളെയും കളിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. So after that the school allowed girls to play soccer and their soccer team is very strong, and my daughter and lots of other girls went and played for their school in many tournaments. അതിനുശേഷം ആ സ്കൂള് പെൺകുട്ടികൾക്ക് വേണ്ടി സോക്കർ ടീം ഉണ്ടാക്കി. എൻ്റെ മകൾ ഉൾപ്പെടെ ഒട്ടേറെ കുട്ടികൾ അവിടെ ഫുട്ബോൾ കളിച്ചു. അവർ പോയി പല ടൂർണമെന്റുകളിൽ പങ്കാളികളുമായി. So I'm very happy that all of you are already ahead of that situation and you're playing sports outside and soccer, and I wish you all the best, especially to the girls. അതുകൊണ്ട് ഇവിടെയുള്ള പെൺകുട്ടികൾ ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചുവെന്നും പുറത്ത് നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്നു എന്നുള്ളതുമെല്ലാം എനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. Thank you very much and all the very best. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് എല്ലാ ആശംസകളും. Thank you, ma'am, for your inspiring words and for gracing us with your presence. Ladies and gentlemen, the wait is almost over. We are honored to have Srimati Priyanka Gandhi inaugurate this special occasion, and at this moment let me request Srimati Priyanka Gandhi to unveil a video of our MAMO 11's football turf. നമുക്ക് ഒരുമിച്ച് കൗണ്ട് ഡൗൺ ചെയ്യാം. ഒരുമിച്ച് 10, 9, 8 ഒരുമിച്ച് സ്ക്രീനിൽ നോക്കണം എല്ലാവരും. സ്ക്രീനിൽ കാണും കൗണ്ട് ഡൗൺ. യെസ്, 10, 9 ഒരുമിച്ച് എല്ലാവരും. ശബ്ദം പോരാ ഉറക്കെ ഒന്നുകൂടെ. Respect. We are delighted to invite Sri Lindo Joseph, MLA of Tiruvampadi, to deliver the keynote address. Okay, നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ലിൻഡോ ജോസഫ് ഈ പ്രൗഢമായ ചടങ്ങിൽ സംസാരിക്കുകയാണ്. ഇത്രയും സ്നേഹം നിറഞ്ഞ മനോഹരമായ MMA കോളേജിൻ്റെ ഈ ഫുട്ബോൾ ടർഫ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് നമുക്ക് വേണ്ടി തുറന്നു തന്ന നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായ വയനാട് പാർലമെൻറ്റ് അംഗം ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവറുകൾ, വേദിയിലുള്ള ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള വി മോയിൻ ഹാജി അവറുകൾ, ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ വി മരക്കാർ ഹാജി അവറുകൾ, ഏറ്റവും പ്രിയപ്പെട്ട അബ്ദുൽ കോയ ഹാജി, MMO കോളേജിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള പ്രിൻസിപ്പൽ ഷുക്കൂർ KH, ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള BBM സ്പോർട്സിൻ്റെ CEOയും ഫൗണ്ടറുമായിട്ടുള്ള മിസ്റ്റർ ഫസലുർ റഹ്മാൻ, മറ്റു വേദിയിലുള്ള ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മുൻ മന്ത്രിയും പ്രിയങ്കരനായിട്ടുള്ള വണ്ടൂരിൻ്റെ MLAയുമായിട്ടുള്ള ശ്രീ AP അനിൽകുമാർ, നഗരസഭാ ചെയർമാൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സ്നേഹം നിറഞ്ഞവർ. പ്രിയങ്കാജിക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും പരിപാടികൾ പങ്കെടുക്കാനുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ ദീർഘിപ്പിച്ച് പറയുന്നില്ല. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായി MMO കോളേജിൻ്റെ ഈ ഫുട്ബോൾ ടർഫ് മാറുകയാണ്. ഫിഫയുടെ അംഗീകാരത്തോടുകൂടി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫുട്ബോൾ ടർഫായിരിക്കും ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. പലപ്പോഴും നമ്മൾ ഒരുപാട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിലും ലോകോത്തര നിലവാരമുള്ള ഫുട്ബോൾ ടർഫുകൾ നമ്മുടെ നാടുകളിലില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തന്നെ ലോകോത്തര നിലവാരമായി ഫിഫ സ്റ്റാൻഡേർഡോടു കൂടി
ഒരു ഫുട്ബോൾ ടർഫ് ഇവിടെ നിർമ്മിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ്. ചുരുങ്ങിയ വാക്കുകളിൽ വളരെ മനോഹരമായ ഒരുപാട് കാര്യങ്ങൾ പ്രിയങ്കാജി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് നമ്മുടെ വിദ്യാർത്ഥികൾ വളർന്നു വരുന്ന ലഹരി ഉപയോഗമായാലും, കുട്ടികൾ കളിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യമായാലും, കുട്ടികളുടെ മാനസിക സംഘർഷമായാലും എല്ലാം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിനൊക്കെ ഒരു പരിധിവരെ നമുക്ക് രക്ഷ നൽകുന്നത് പലപ്പോഴും സ്പോർട്സാണ്. ആ സ്പോർട്സിനെ സഹായിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ കഴിയുന്ന നിലയിലാണ് ഈ വലിയ ഒരു പദ്ധതി ഇവിടെ വിഭാവനം ചെയ്തത്. അതിന് പിന്നിൽ BBM സ്പോർട്സിൻ്റെ ഫൗണ്ടറും CEO ആയിട്ടുള്ള ശ്രീ ഫസലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കഠിനാധ്വാനം, അതിൻ്റെ ഒരു ടീം വർക്കും ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് സ്പോർട്സ് മേഖല ഇൻവെസ്റ്റ്മെൻറ്റ് കടന്നു വരുന്ന ഒരു മേഖല കൂടിയാണ് തിരുവമ്പാടി മണ്ഡലം. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കുട്ടികളുടെ മാനസികമായ ആരോഗ്യത്തിന് ഏറ്റവും ഗുണപ്രദമായ നിലയിൽ കായിക മേഖല ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനെല്ലാം പ്രചോദനമാവുന്ന നിലയിൽ ഇത്തരം നിർമ്മിതികൾ നമുക്ക് സഹായകരമായി തീരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആശംസകൾ. As a token of our heartfelt gratitude and appreciation, we would now like to present Srimati Priyanka Gandhi with a memento. I also request V.E. Moi Haji, General Secretary of MMO Institutions, to come forward and do the honors. നമ്മുടെ ബഹുമാനപ്പെട്ട മോയ് ഹാജി പ്രിയങ്ക ഗാന്ധിക്ക് നമ്മുടെ സ്നേഹം കൈമാറുകയാണ്. കയ്യടിയുടെ ശക്തി ഇത്ര പോരാ, നിറഞ്ഞ കൈയടി എല്ലാവരും ചേർന്നുണ്ട് പ്ലീസ്. ഓക്കെ. Tribute, V. Marakar Haji honors MLA Lindo Joseph. ബഹുമാനപ്പെട്ട മരക്കാർ ഹാജി നമ്മുടെ പ്രിയപ്പെട്ട MLAക്ക് മെമെന്റോ ഹാൻഡ് ഓവർ ചെയ്യുന്ന വേദിയിൽ. Now let's take this opportunity to honor our two national football players, Mr. Sandeep S. and Mr. Mohammad Shadil P. Sri What a proud moment. Srimati Priyanka Gandhi will now honor Fazlur Rahman for his remarkable contributions, founder and CEO of BBM Sportland. Okay, വേദിയിൽ 3 മെമെന്റോകൾ കൂടെ നൽകുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഫസലുർ റഹ്മാൻ, CEO BBM സ്പോർട്ട്ലാൻഡ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ അഭിമാനമായ 2 ഫുട്ബോൾ പ്ലേയേഴ്സ്, KPL മുത്തൂറ്റ് FCക്ക് വേണ്ടി കളിച്ച സന്ദീപ്, അതോടൊപ്പം തന്നെ 38ാമത് നാഷണൽ ഗെയിംസിൽ കേരള ടീമിന് വേണ്ടി ജേഴ്സി അണിഞ്ഞ് ഗോൾഡ് മെഡൽ വിന്നറായ സന്ദീപ്, അതേപോലെ തന്നെ മുഹമ്മദ് ഷാദിൽ PP, ഇവർക്കുള്ള മെമെന്റോ കൂടി വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഹാൻഡ് ഓവർ ചെയ്യുന്നു. I would like to take this moment to thank Priyanka Gandhi. May I just wish all of you a very, very happy Eid in advance.